ഡോക്ടർ, ഈ ജോലി തിരക്കിനിടയിൽ കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരായിട്ടൊരു പ്രൊഡക്റ്റീവ് ടൈം സ്പെൻഡ് ആക്കുന്നില്ല. സോ നമുക്ക് കുട്ടികളായിട്ടൊരു നല്ലൊരു സ്ട്രോങ് റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഡോക്ടർ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും പറഞ്ഞു തരാമല്ലോ. മെയിൻലി ജോലിക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ ഒരു ഫുൾ ടൈം നമുക്ക് അങ്ങനെ കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നമുക്കൊരു ക്വാളിറ്റി ടൈം കുട്ടിയായിട്ട് ക്ലാസ്സിനെ ചോദിച്ച പോലെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒരു സിമ്പിൾ റുട്ടീൻ ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ റുട്ടീൻ എന്ന് വെച്ചാൽ ബെഡ് ടൈം റുട്ടീൻ. അതായത് കുട്ടി കിടക്കുന്നതിന് മുമ്പുള്ള കുറച്ച് സമയം ആ കുട്ടിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാം. അതായത് കുട്ടിക്കൊരു താരാട്ടൊക്കെ പാടിക്കൊടുക്കാം. അതുപോലെ ബെഡ് ടൈം സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി ഒരു ഓപ്പൺ കോൺവെർസേഷൻ, കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ, കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് 3 കാര്യങ്ങൾ പറ്റി എല്ലാ ദിവസവും അന്ന് നടന്നതിനെ പറ്റി താങ്ക്ഫുൾ ആവാം. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഗോൾ സെറ്റിംഗ് മൈൻഡ്, അതായത് നാളത്തേക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ഗോള് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അതിപ്പോൾ ആ കുട്ടികളുടെ അക്കാഡമിക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആസ് എ ചൈൽഡ് ആ കുട്ടിക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഇമോഷണൽ വെൽബീങ്ങും അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും നന്നായിട്ട് നടക്കും. അതുപോലെ കുട്ടിക്കൊരു ഹെൽത്തി സ്ലീപ്പിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് അസിന് ഫോളോ ചെയ്ത് നോക്ക്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് കുട്ടിയായിട്ട് കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാം. താങ്ക് യു ഡോക്ടർ.